വിപിനെ, ടെൻഷൻ ഫ്രീ യൂറോപ്പ് ട്രിപ്പ് എന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ടെൻഷൻ ഫ്രീ യൂറോപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂറോപ്യൻ ട്രിപ്പ് ഒരു ടെൻഷൻ ഫ്രീ ആക്കി മാറ്റണമെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി വേണം. ഇല്ലെങ്കിൽ അതൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ട്രിപ്പ് തന്നെയായിരിക്കും. പ്രോപ്പറായിട്ട് ഓരോ രാജ്യങ്ങളിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള നൈറ്റ് കൊടുത്തോണ്ട് വേണം യാത്രകൾ പ്ലാൻ ചെയ്യാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആംസ്റ്റർഡാം എടുക്കുക. ആംസ്റ്റർഡാമിൽ ഒരു നൈറ്റ് മാത്രമുള്ള യാത്രയാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ എങ്കിൽ തുലിപ്പ് ഗാർഡൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ഫ്രാൻസിലെ പാരീസിൽ നിന്നും ബെൽജിയത്തിൽ വന്നിട്ട് അവിടുത്തെ സിറ്റി ടൂറും കഴിഞ്ഞ് ആംസ്റ്റർഡാമിലേക്ക് പോകുന്നതാണ് മിക്ക ഐറ്റിനറികൾ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തോടു കൂടി ആംസ്റ്റർഡാമിൽ എത്തുന്നു. നെക്സ്റ്റ് ഡേയിൽ ആംസ്റ്റർഡാമിലെ കനാൽ ക്രൂയിസും സിറ്റി ടൂറും തുലിപ്പ് ഗാർഡനും കഴിഞ്ഞിട്ട് അന്ന് തന്നെ ജർമ്മനിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ എത്രത്തോളം ഹെക്റ്റിക്കായിരിക്കും. നമുക്ക് എത്ര സമയം ഓരോ സ്ഥലങ്ങളിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും? ഏപ്രിൽ മെയ് മാസങ്ങളിലെ ട്രിപ്പുകളിൽ മെയിനായിട്ട് യൂറോപ്പ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസാണ് തുലിപ്പ് ഗാർഡൻ. ആംസ്റ്റർഡാമിലെ ക്യുക്കനോഫിലെ തുലിപ്പ് ഗാർഡൻ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇതുപോലെ തന്നെ യൂറോപ്പിലെ ബുള്ളറ്റ് ട്രെയിൻസ് കൊടുത്തു കഴിഞ്ഞ് നമ്മളെ സമയം ക്രമീകരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ എത്തുമോ, നമുക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ടൂർ മാനേജറുടെയും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെയും മൈൻഡിലൂടെ പോകും. അപ്പോൾ നമുക്ക് ഫ്രീ ആയി റിലാക്സായി ഒരു സ്ഥലത്തെത്തി അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രിപ്പ് സക്സസ് ആവുള്ളൂ. അതുകൂടാതെ തന്നെ എന്നെന്നും നമ്മുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ. GTHൻ്റെ യൂറോപ്യൻ ട്രിപ്പ് ദാറ്റ് ഷുഡ് ബി എ എവർ ഗ്രീൻ ആൻഡ് മെമ്മറബിൾ യൂറോപ്യൻ ട്രിപ്പ് ഫോർ യു ആൻഡ് ഫോർ യുവർ ഫാമിലി.